പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ വസ്തുതകൾ പുറത്തുകൊണ്ടുവരാൻ ടീം 24. അമ്മു സജീവന്റെ നീതിക്കായുള്ള 24ന്റെ ജസ്റ്റിസ് ഫോർ അമ്മു ക്യാമ്പയിന് തുടക്കമായി. അമ്മു സജീവന്റെ മരണത്തിൽ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ തീരുമാനം. മകളെ അപായപ്പെടുത്തിയതാണെന്ന ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. പത്തനംതിട്ട ചുട്ടിപ്പാറ SME കോളേജ് ഓഫ് നഴ്സിംഗിലെ 4ാം വർഷ വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ കോളേജ് അധികൃതരുടെ വിശദീകരണത്തിൽ പൊരുത്തക്കേടുകളാണെന്നാണ് കുടുംബം ആവർത്തിക്കുന്നത്. ആരോപണ വിധേയരായ കുട്ടികൾക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. മുൻപ് പരാതി നൽകിയപ്പോൾ നടപടിയെടുത്തിരുന്നെങ്കിൽ മകൾക്ക് ജീവൻ നഷ്ടമാകില്ലായിരുന്നു. അമ്മുവിനെ അപായപ്പെടുത്തിയത് തന്നെയെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും കോളേജ് പ്രിൻസിപ്പൽ എന്തൊക്കെയോ ഒളിക്കുന്നുവെന്നും അമ്മുവിന്റെ പിതാവ്. മറ്റേ ഈ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് എൻ്റെ ഇത്. ആ 3 കുട്ടികളെയും ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്നാണ്. അതിൻ്റെ അമ്മ ഇവിടെ മദർബീറ്റ് ചെയ്യാണ് ഈ ഒരു കുട്ടിയുടെ. അതിനെ അവർ കോളേജുകാർ എന്നിട്ട് ഇന്ന് വരെ അതിനെതിരെ ഒരു പ്രിൻസിപ്പൾ പറയുന്നത് സോർട്ട് ഔട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ എന്തോ സോർട്ട് ഔട്ട് ചെയ്തു. ഹോസ്റ്റലും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്ന് ആവശ്യമുണ്ട്. ഹോസ്റ്റൽ അധികൃതരുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നു. ഗുരുതരമായിരുന്നിട്ടും ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ 1 മണിക്കൂറോളം വൈകിയെന്നും ആക്ഷേപം. ഹോസ്റ്റലുകാരും എന്തോ വിളിക്കുന്നുണ്ട് എന്നോട് നിന്നേ. അവളെ അപായപ്പെടുത്തിയത് തന്നെയാണ്. ഒരിക്കലും എനിക്കത് അവൾ സ്വന്തമായിട്ട് ചെയ്യത്തില്ല. കാര്യം ഈ കോളേജുകാർ പറയുന്നത് പരസ്പര വിരുദ്ധമാണ്. അതേസമയം കുടുംബത്തിന്റെ ആരോപണം തള്ളി പത്തനംതിട്ടയിലെ ഹോസ്റ്റൽ അധികൃതർ. നമുക്കിതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഇവിടെ ഒരു പീഡനവും ഇല്ല, ഒരു ഇതുമില്ല. കുട്ടി ഇവിടെ സുരക്ഷിതമായിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു. അതെന്തേലും ഉണ്ടെങ്കിൽ നമ്മളോട് പറയണ്ടേ. നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. ഒരു തരത്തിലും ഒരു കുഴപ്പവും നമ്മളോട് പറഞ്ഞിട്ടില്ല. നിലവിൽ നടക്കുന്ന പോലീസ് അന്വേഷണത്തിൽ അമ്മു സജീവിന്റെ കുടുംബം തൃപ്തരാണ്. 24 തിരുവനന്തപുരം.